പിന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഒരു മധുരം ചെയ്തെടുക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. പിന്നെ നമ്മൾ ചെയ്യുന്നത് മുന്തിരി വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻറ്റ് ആവശ്യമുള്ളൂ നമുക്ക്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. നോക്കണേറ്റ് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ വീഡിയോസൊക്കെ പോയി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മധുരം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അതെടുത്തതിന് ശേഷം അതിലോട്ട് നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് പരറ്റി വയ്ക്കുക. അപ്പോൾ അതിനുശേഷം മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ 250 ഗ്രാം മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകുക. അപ്പോൾ എങ്ങനെ കഴുകുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയൊരു മുന്തിരിയിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം ഇതൊരു അരിപ്പിലൂടെ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൊറ്റലിലുള്ള കുറച്ചും കൂടി ജ്യൂസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു കൊറ്റലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മുന്തിരിയിലോട്ട് ജ്യൂസാക്കി എടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമായിട്ട് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ നന്നായി അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് വെച്ചാൽ ഇതൊരു 1.25 കപ്പോളം ഉണ്ട് ഈ ഒരു ജ്യൂസ്. ഇനി ഒരു 3/4 കപ്പ് വെള്ളം എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലവർ ഈ വെള്ളത്തിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ കപ്പിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് പറയുന്നത്. കപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ എല്ലാ സാധനങ്ങളും അളന്നെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുന്തിരി ജ്യൂസില്ലേ അത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് മുന്തിരിയുടെ പുളിക്കനുസരിച്ചിട്ടാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ നന്നായിട്ട് മുന്തിരി ജ്യൂസ് തെളിച്ച് വരുന്ന സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാം. മധുരം വേണമെന്ന് വെച്ചാൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഇങ്ങനെ മുന്തിരി ജ്യൂസ് നന്നായിട്ട് തെളിച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കണേറ്റ് മുന്നായിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അടിക്ക് ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ നമ്മളിത് ഇളക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവും അടിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കൈയോടെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ നന്നായിട്ട് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന വരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനി പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കുറുകി വന്ന് തിളയ്ക്കണ സമയത്ത് നമുക്കിതിൽ മധുരമൊക്കെ നോക്കാം. കാരണം ഇപ്പോൾ എന്തായാലും നമ്മൾ ചേർത്ത മധുരം കുറവായിരിക്കും. ഈ കോൺഫ്ലോർ മിക്സ് ചേർത്തുകൊണ്ട് തന്നെ മധുരം ഒന്ന് കുറയാനാണ് ചാൻസ്. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മധുരം ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഇതുപോലെ കട്ടായിട്ട് വരുന്ന വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒരു 9-10 മിനിറ്റോളം തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെന്ന് വെച്ചാൽ മാത്രം ചെയ്താൽ മതി. ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ആ ഒരു ടേസ്റ്റ് ഒരു നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ വേഗം തന്നെ ഇത് എടുത്ത് വെച്ചിട്ടുള്ള ആ പാത്രമില്ലേ നമ്മൾ ആദ്യം ഓയിലൊക്കെ പറ്റി സെറ്റാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഇത് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പിന്നീട് പെട്ടെന്ന് കട്ടയാവാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കയ്യിലോ അല്ലെങ്കിൽ ചട്ടുകോ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്ത ശേഷം ഒന്ന് തട്ടി കൊടുക്കുക ചെറുതായിട്ട്.
എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിന് മൂടി ഉണ്ടെങ്കിൽ ആ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ നമ്മളിത് മുറിക്കുന്ന സമയത്ത് തണവോട് കൂടി കഴിക്കുന്നതാട്ടോ നല്ലത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള പിന്നീട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ച് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കാരണം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ കോൺഫ്ലോറിനാണെങ്കിൽ ഇപ്പം അധികം വിലയൊന്നും ഇല്ല. പിന്നെ ചെറിയ ബേക്കറികളിലായാലും നമുക്കിത് ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ മുന്തിരി കൊണ്ട് നമ്മൾ ജ്യൂസും പുളിശ്ശേരി അങ്ങനെയുള്ള മറ്റു പല റെസിപ്പികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുക. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ജ്യൂസൊക്കെ പലരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ അതുപോലത്തെ ജ്യൂസൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.